ഹലോ ഒരുപാട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കാപ്പി കുടിച്ചു. പിന്നെ ആണെങ്കിൽ കാറൊക്കെ ഒന്ന് കഴുകി കേട്ടോ. ചാർലിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. സോ ഞാൻ വേഗം പോയി ഒരു കുളി കഴിഞ്ഞിട്ട് വന്നു. എന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചു. രാവിലെ ഇടിയപ്പമൊക്കെ ആയിരുന്നു. അതും കഴിച്ചിട്ട് അവനെ ആയിട്ട് ഞാനും അച്ഛനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇനി ചാർലിയും കൊണ്ട് ആശുപത്രി. ആൾക്ക് കാറിലിരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മരുന്നൊക്കെ വാങ്ങി തിരിച്ചിങ്ങ് പോന്നു. അങ്ങനെ ഒരംഗം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. സൺഡേ ആയിട്ട് കൂടി വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കട വരെ പോവാണ്. നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ 2-3 എടുത്തു. പിന്നെ മീനും വാങ്ങി. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ടു മൈ ഹോം. അപ്പോൾ വീട്ടിൽ വന്ന് വീട്ടിൽ ലൈറ്റ് ഇട്ടില്ല. ഇപ്പോൾ എവിടെ പോയിട്ട് വന്നാലും ചാർലിയുടെ വക ഇൻസ്പെക്ഷൻ മസ്റ്റാണ്. വന്നു കഴിഞ്ഞ് അടുക്കളയിൽ കുറച്ച് ഭാഗമൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന മീൻ വെട്ടി. അപ്പം ഞാൻ ഒഴിവലാണ് കേട്ടോ വാങ്ങിയത്. എന്നിട്ട് അതെല്ലാം വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ എൻ്റെ നടു ഒടിഞ്ഞു. കുറേ നേരം എടുത്തു. അപ്പോൾ മീൻ വറക്കാൻ മസാലയൊക്കെ സെറ്റാക്കി. എൻ്റെ ഡ്യൂട്ടിയായിരുന്നു മീൻ വറക്കൽ. അത് കഴിഞ്ഞ് തിന്നെ പോയി കുറച്ച് നേരം വെറുതെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ചട്ടമ്പിയാണ്. ഇപ്പം സമയം 2:30 ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോകും. ഉച്ചക്കത്തെ ലേറ്റ് ആയിപ്പോയി കഴിക്കാം. പയറും മീൻ വറുത്തതും പാവയ്ക്കാത്തോരനും മീൻ കറി ഇത്രയാണുള്ളത്. നല്ല വിശപ്പായിരുന്നു എനിക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല വിശപ്പുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് പിന്നെ വേഗം കഴിച്ചു. സമയം ഒരു 3 മണി കഴിഞ്ഞ് 3:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കുറച്ച് കുക്കുമ്പറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരിഞ്ഞ് കഴിച്ചു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ടൗൺ വരെ പോവാണ്. ഫുൾ ടൈം യാത്ര. നമ്മൾ പോയത് കോട്ടയം നാമ്പടത്ത് ഇതുപോലെ സാധനങ്ങളുടെയൊക്കെ ഒരു ചന്ത പോലെ മേള പോലെ നടക്കുന്നുണ്ട്. അവിടെയാണ് കേട്ടോ പോയത്. നമ്മൾ കുറച്ച് ബക്കറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് പോയത്. അവിടെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചില്ലറ മാലയും കമ്മലൊക്കെ വാങ്ങിച്ച് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. സൺഡേ പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല. ഇപ്പം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. വേറെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. സോ ഞാൻ എൻ്റെ ഈ വ്ളോഗോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.